നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ലോകകപ്പിൽ വീണ്ടും പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ. പാകിസ്ഥാനെതിരെ 61 റൺസ് വിജയം നേടിയ ഇന്ത്യ എ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യ ഉയർത്തിയത് 176 റൺസ് എന്ന വിജയലക്ഷ്യമാണ്. അത് നേടാനുള്ള നെട്ടോട്ടമായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ 18 ഓവറിൽ 114 റൺസ് എടുത്ത് പാകിസ്ഥാൻ പുറത്താവുകയായിരുന്നു. 34 പന്തിൽ 44 റൺസ് എടുത്ത മധ്യനിര താരം ഉസ്മാൻ ഖാൻ മാത്രമാണ് പാക് നിരയിൽ പേരിനെങ്കിലും പൊരുതിയത്. ഷഹീൻ അഫ്രീദി 19 പന്തിൽ 23-ഉം ഷതാബ് ഖാൻ 15 പന്തിൽ 14-ഉം ഫഹീം അഷ്റഫ് 14 പന്തിൽ 10-ഉമാണ് ഇവർ ആണ് ഇത്ര 2 അക്കം കടന്നത്. മത്സരത്തിൽ പാകിസ്ഥാന്റെ 7 താരങ്ങൾ 2 അക്കം പോലും കടക്കാനാകാതെ പുറത്താകുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസത്തെ കളിയിൽ നമ്മൾ കണ്ടു. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ ഇന്ത്യക്കായി 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു. ആദ്യ 2 മത്സരങ്ങളിൽ ജയിച്ച പാകിസ്ഥാന് ഇനിയും സൂപ്പർ 8 പ്രതീക്ഷയുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. 4 പോയിന്റുമായി എ ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നിലവിലുള്ളത്. 4 പോയിന്റുള്ള US ആണ് 2ാമത്. എന്തായാലും നിലയുറപ്പിക്കുന്ന ബാറ്റിംഗ്, നല്ല രീതിയിലുള്ള ബാറ്റിംഗ് നിരയുണ്ടെങ്കിൽ അനായാസം പൊരുതി നേടാവുന്ന വിജയലക്ഷ്യമായിരുന്നു പാക് ബോളർമാർ ബാറ്റർമാർക്ക് നൽകിയത്. പക്ഷേ പാകിസ്ഥാന്റെ ബാറ്റിംഗ് ദൗർബല്യം ആദ്യ ഓവർ മുതൽ തന്നെ കാണാൻ സാധിച്ചിരുന്നു. പ്രതിരോധം പേരിന് മാത്രമായി പോയി പാകിസ്ഥാൻ വളരെ കഷ്ടപ്പെട്ടാണ് 100 എന്ന അക്കം പിന്നിട്ടത്. ഇന്നിംഗ്സിന്റെ അവസാന പന്തുകളിൽ ഷഹീൻ അഫ്രീദി ബൗണ്ടറികൾ കണ്ടെത്തിയതോടെ പാക് സ്കോർ 114 എത്തുകയായിരുന്നു. എന്തായാലും ഇഷാന്റെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വളരെ നേട്ടമായത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങി 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് ഇന്ത്യ എടുത്തത്. 40 പന്തിൽ 77 റൺസ് അടിച്ച ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി നേടി പുറത്തായി. 3 സിക്സുകൾ, 10 ഫോറുകൾ, ബൗണ്ടറി കടത്തിയ ഇഷാന്റെ ഇന്നിംഗ്സ് അതായിരുന്നു ഇന്ത്യയുടെ വിജയത്തിന് ഏറ്റവും പ്രധാന നാഴികക്കല്ലായി മാറിയത്. സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ശിവം ദുബൈ എന്നിവരാണ് ഇന്ത്യയുടെ മറ്റു പ്രധാന സ്കോറർമാർ. പവർ പ്ലേ അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 52 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. അതേസമയം നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പോരാട്ടമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിലെ ടോസിനായി പിച്ചിലെത്തിയപ്പോൾ പരസ്പരം കണ്ണിൽ പോലും നോക്കാതെ അകലം പാലിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയും ടോസിന് മുമ്പും ശേഷവും ഇരു ക്യാപ്റ്റന്മാരും ഹസ്തദാനത്തിനും തയ്യാറായില്ല. മത്സരത്തിൽ സൂര്യകുമാർ യാദവ് ടോസ് ഇട്ടപ്പോൾ ഹെഡ്സ് വിളിച്ച സൽമാൻ അലി ആഗ ടോസ് ജയിച്ചു. ടോസ് നേടിയ സൽമാൻ ആഗ ബൗളിംഗ് തിരഞ്ഞെടുത്തു. ടോസ് നേടിയ ശേഷം ബ്രോഡ്കാസ്റ്ററോട് സംസാരിച്ച ശേഷം സൽമാൻ ആഗ ഹസ്തദാനത്തിന് കാത്തു നിൽക്കാതെ നടന്നു നീങ്ങുകയും ചെയ്തു. സൂര്യകുമാറും ഹസ്തദാനത്തിന് താല്പര്യം കാട്ടിയില്ല. മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹസ്തദാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് സൂര്യകുമാർ പ്രതികരിച്ചില്ല. 24 മണിക്കൂർ കാത്തിരിക്കൂ എന്നായിരുന്നു സൂര്യകുമാർ നൽകിയ മറുപടി. അതേസമയം കളിയെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് തങ്ങൾ കാണുന്നത്. ഹസ്തദാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യയാണ് എന്നായിരുന്നു സൽമാൻ ആഗയുടെ നിലപാട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ ഏഷ്യ കപ്പിലാണ് ഇന്ത്യ പാക് താരങ്ങൾ തമ്മിലുള്ള ഹസ്തദാന വിലക്ക് തുടങ്ങിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള എല്ലാ കായിക മര്യാദകളും ഒഴിവാക്കാൻ ഇന്ത്യൻ ടീം തീരുമാനമെടുക്കുകയായിരുന്നു. ദുബായിൽ നടന്ന മത്സരത്തിന് ശേഷം പാക് താരങ്ങൾ ഹസ്തദാനത്തിനായി എത്തിയപ്പോൾ ഇന്ത്യൻ താരങ്ങൾ വിസമ്മതിച്ചതും ഡ്രസ്സിംഗ് റൂം അടച്ചതുമൊക്കെ വലിയ രീതിയിലുള്ള വിവാദമായതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.